അബുദാബിയിലേക്ക് പോകുന്ന ഡ്രൈവർമാർക്ക് 7,500 ദറംസ് ഫൈൻ കിട്ടുന്നു. അതിൻ്റെ സത്യാവസ്ഥ, അതായത് മറ്റുള്ള എമിറേറ്റ്സുകളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ അബുദാബിയിലേക്കൊക്കെ പോകുമ്പോൾ 7,500 ദറംസ് ഫൈൻ കിട്ടുന്നു എന്ന് പറയുന്ന പുറത്തു വരുന്ന വാർത്ത. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അതെന്തുകൊണ്ടാണ് ലഭിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിനോ ടോക്കീസിൻ്റെ വീഡിയോകളാണ്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ ആയി, അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് അബുദാബിയിലേക്ക് മറ്റ് എമിറേറ്റ്സിൽ നിന്ന് ദുബായ്, ഷാർജ, റസൽ ഖൈമ അങ്ങനെയുള്ള മറ്റുള്ള എമിറേറ്റ്സുകളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ അബുദാബിയിലേക്ക് വരുമ്പോൾ 7,500 രൂപ ഫൈൻ ലഭിക്കുന്നു എന്നൊരു വാർത്തയ്ക്കാണ് പുറത്തു വരുന്നത്. അത് വേറെ ഹയാസ്, അതുപോലെ സ്റ്റാഫിനെ കൊണ്ടുവന്ന ബസ്സുകൾ, ഡെലിവറി വാഹനങ്ങൾ എന്നിവ അബുദാബിയിലേക്ക് പ്രവേശിക്കുന്ന വേറൊരു എമിറേറ്റ്സിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണെങ്കിൽ അവർക്ക് 7,500 രൂപ ഫൈൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസറ്റിൽ പോയി അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ വാഹനം, അല്ലെങ്കിൽ പിന്നെ ഉള്ള നമ്മുടെ മുമ്പിലുള്ള ഏക പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അബുദാബിയിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ആ കമ്പനിയിൽ അസറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൈൻ ഒഴിവാക്കാൻ സാധിക്കും. അല്ലാതെ ദുബായിലെ മറ്റേ എമിറേറ്റ്സിലുള്ള കമ്പനികളുടെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ അബുദാബിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടുകയും ആ ഫൈൻ 7,500 ദറംസ് രൂപ ഫൈൻ വരികയും ചെയ്യും. ആ ഫൈൻ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഓരോ തവണ പിടിക്കപ്പെടുമ്പോൾ 7,500 ദറംസാണ് ഫൈൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങൾക്ക് പരിചയക്കാരെങ്കിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ, സ്റ്റാഫിനൊക്കെ എടുക്കാൻ ഹയാസിലോ ബസ് കൊണ്ടൊക്കെ അതുപോലെ ഡെലിവറിക്കൊക്കെ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡെലിവറിക്കാണെങ്കിൽ അല്ലെങ്കിൽ അബുദാബിയിൽ രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും കമ്പനിയെ ഏൽപ്പിക്കുക ഡെലിവറി, അബുദാബിയിലേക്കുള്ള ഡെലിവറി. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഫൈൻ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതുവരെ ആർക്കും അങ്ങനെ ഈ ഫൈൻ ഡിഡക്റ്റ് ചെയ്ത് കൊടുത്തതായിട്ട് അറിവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതറിയില്ലാത്തവരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.